നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോക വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് PSC ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് ഡിഗ്രി ലെവലിൽ. അത്യാവശ്യം ആഴത്തിലും പരപ്പിലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. ഈ ലോക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ലോക വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു രാജവംശം, ബൂർബൻ രാജവംശത്തിന്റെ അധികാര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സുഖലോലുപതയും സ്വേച്ഛാധിപത്യവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സമരമാണ്. പിന്നീട് അതിലേക്ക് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഘടകങ്ങളും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നയങ്ങളും ഒക്കെ കടന്നു വരികയും അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ആദ്യമായിട്ടൊരു ഭരണഘടന രൂപം കൊള്ളുകയും പിന്നീട് അവിടെ മൗലിക അവകാശങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടൊരു റിപ്പബ്ലിക്കൻ ഭരണ രീതിയിലേക്ക് ഫ്രാൻസ് മാറുകയും ചെയ്തു. എന്നാൽ മാറിയ ഫ്രാൻസിൽ പിന്നീട് സ്വേച്ഛാധിപത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം സ്വയം ചക്രവർത്തിയായിട്ട് അവരോധിച്ചുകൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് കടന്നു വന്നു. വാട്ടർലൂ യുദ്ധത്തിലൂടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെടുന്നതോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ചരിത്രം അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് SCERTയുടെ NCERTയിലെയും പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റ് പ്രശസ്തരായവരുടെ വേൾഡ് ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും റെഫറൻസ് എടുത്തിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി ഓപ്പൺ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘടകങ്ങളൊക്കെ വെച്ച് അല്പം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന്. ഇതൊരു ഇൻട്രഡക്ഷന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇത് അവസാനം വീണ്ടും പറയും. ഈ പിൽക്കാലത്ത് ലോകത്തിലുണ്ടായിരുന്ന എല്ലാ വിപ്ലവങ്ങളുടെയും ആവേശം പകർന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണത്തിന് ആദ്യമായിട്ടൊരു ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്ത പ്രസിദ്ധമായ ഒരു പ്രക്ഷോഭമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നാൽ കുറെ പ്രദേശങ്ങൾ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ പ്രക്ഷോഭമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകുകയും ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണം കുറിക്കുകയും ചെയ്തത് ഫ്രഞ്ച് വിപ്ലവമാണ്. മൊത്തത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിക്കുകയും മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്കും കാരണമായ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. ഇത്രയുമൊക്കെ സവിശേഷതകളുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. എന്തിനാണ് ഇതിങ്ങനെ തുടക്കത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിലെ പല വാചകങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട്. SCERT ടെക്സ്റ്റിൽ നിന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ നൽകിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ചരിത്രം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്: പിൽക്കാലത്തുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് ഭീഷണിയാകുകയും ചെയ്തതാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നാൽ പ്രദേശമല്ല, ജനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. സമത്വ, സ്വാതന്ത്ര്യ, സാഹോദര്യം ആശയം പ്രചരണം നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഇത്രയുമെല്ലാം കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകാം. ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയാണ് നയിക്കപ്പെട്ടത് എന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ബൂർബൻ രാജവംശം. ബോർബൻ എന്നൊക്കെ ചിലപ്പോൾ അത് എഴുതാറുണ്ട്. ഈ ബൂർബൻ രാജവംശത്തിലെ ഭരണാധികാരികൾ വളരെ സുഖലോലുപരും അതോടൊപ്പം തന്നെ ധൂർത്തും ഒക്കെ ഉള്ളവരായിരുന്നു. ആ ബൂർബൻ രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ ലൂയി 14 പിന്നെ ലൂയി 15, ലൂയി 16 എന്നിങ്ങനെ 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. ലൂയി 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. എന്നാൽ ലൂയി 14 മുതലുള്ള രാജാക്കന്മാരുടെ ഭരണ കെടുകാര്യസ്ഥത ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തിയ ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാരിൽ ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാധികാരം ദൈവദത്തമാണ്, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ഞാനാണ് രാഷ്ട്രം, രാജാധികാരം ദൈവദത്തമാണ്, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ലൂയി 14. എനിക്കു ശേഷം പ്രളയം എന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്ന ഒരാളാണ് ലൂയി 15. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, എനിക്കു ശേഷം പ്രളയം. അപ്പോൾ ആ ഒരു മനോഭാവത്തിന്റെ പ്രത്യേകത ആത്യന്തികമായി ഞാൻ മാത്രമാണ് ശ്രേഷ്ഠൻ എന്നുള്ള ഊട്ടി ഉറപ്പിക്കലാണ്.
തികഞ്ഞ ഒരു സാമ്രാജ്യത്വവാദവും സുഖലോലുപതയെ ആഗ്രഹിക്കുന്ന മനോഭാവമാണത്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ലൂയി 16 ലൂയി 16 കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി അന്റോയിനറ്റ്. മേരി അന്റോയിനറ്റ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ജനങ്ങൾ പട്ടിണി കിടന്നപ്പോൾ നിങ്ങൾ കഴിക്കാൻ റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് അവരെ പരിഹസിച്ച ആൾക്കാരാണ്. റൊട്ടി കഴിക്കാൻ ഇല്ലാത്തിടത്ത് കേക്ക് തിന്നൂടെ എന്ന് പരിഹസിക്കുന്നത് തന്നെ സാധാരണ ജനങ്ങളോട് രാജവംശത്തിന്റെ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബൂർബൻ രാജവംശത്തിന്റെ അധികാര ജൽപ്പനങ്ങളും ധൂർത്തും അഴിമതിയും ഒക്കെ പലതരത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ബാധിക്കാൻ തുടങ്ങിയിരുന്നു. 1774 ലൂയി 16 അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ലൂയി 16 അധികാരത്തിലെത്തിയപ്പോഴും രാജ്യത്തിന്റെ വ്യവസ്ഥിതി വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായി കൊണ്ടിരുന്നു. ഈ സാമ്പത്തികമായി രാജ്യം ഇത്രയേറെ പ്രശ്നം ഉണ്ടാവാൻ കാരണം പലപ്പോഴും വർഷങ്ങളോളം നീണ്ടു നിന്ന ചില ആഭ്യന്തര കലഹങ്ങളാണ്. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഈ 13 അമേരിക്കൻ കോളനികളെയും ഫ്രാൻസ് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളോട് ചോദിക്കാതൊക്കെ ചെയ്ത കാര്യമാണ്. പൊതുശത്രുവായ ബ്രിട്ടനെതിരെ അമേരിക്കൻ കോളനികളെ സഹായിക്കുകയായിരുന്നു ഫ്രാൻസ് അവിടെ ചെയ്തത്. അപ്പൊ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന് മേൽ വിജയം നേടാൻ ഫ്രാൻസിന്റെ സഹായമാണ് സ്വീകരിച്ചിരുന്നത്. ഇത് അവരെ സാമ്പത്തികമായിട്ട് തളർത്തി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജവംശത്തിലെ ധൂർത്ത്, പിന്നെ അവിടുത്തെ ഭരണാധികാരികളുടെ അഴിമതികൾ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഈ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം തകർത്തു. സൈന്യം, കോടതി, ഓഫീസുകളൊക്കെ പരിപാലിക്കാൻ പോലുമുള്ള ആ സാമ്പത്തിക ഭദ്രത രാജ്യത്തിന് നഷ്ടപ്പെട്ടു. അത്തരം ഒരു സാഹചര്യത്തിൽ പുതിയ നികുതി ഏർപ്പെടുത്തണം എന്ന് ലൂയി 16 തോന്നി. ഈ ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായും 3 എസ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആ എസ്റ്റേറ്റുകളുടെ പ്രത്യേകതകൾ പഠിക്കണം. അപ്പോഴാണ് സാധാരണ ജനങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 1774 ബൂർബൻ രാജകുടുംബത്തിലെ ലൂയി 16 അധികാരമേറ്റു. വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം, ഈ പറയുന്ന വരികളെല്ലാം NCERT 9ാം ക്ലാസ്സിൽ പുതുതായിട്ട് ചേർത്ത ഭാഗങ്ങളാണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണത്. അപ്പോൾ ലൂയി 16 ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവ സമയത്ത്. അദ്ദേഹം 1774 അധികാരത്തിലേറുന്നത്. ബൂർബൻ രാജവംശത്തിലെ അഴിമതിയും സുഖലോലുപതയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമാക്കുകയും ജനങ്ങളുടെ ജീവിത സാഹചര്യം മോശമാക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ബൂർബൻ രാജവംശം. അപ്പൊ ബൂർബൻ രാജവംശത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം. ബൂർബൻ രാജവംശത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം എന്നും മനസ്സിലാക്കുക. ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി തകരുന്നതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? വർഷങ്ങൾ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധങ്ങൾ, പൊതുശത്രുവായ ബ്രിട്ടനെതിരെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കൻ കോളനികളെ സാമ്പത്തികവും സൈനികവുമായി സഹായിച്ചത് അത് ഫ്രാൻസ് ചെയ്തു. രാജകുടുംബാംഗങ്ങളുടെ ധൂർത്തും ഭരണ കഴിവുകേടുകളും അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? സൈന്യം, കോടതി, ഓഫീസുകൾ എന്നിവ പരിപാലിക്കുന്നതിനുള്ള ദൈനംദിന ചിലവുകൾ നിറവേറ്റുന്നതിന് നികുതി വർദ്ധിപ്പിക്കണം എന്നൊരു വ്യവസ്ഥിതിയിലേക്ക് ആ സമൂഹം വന്നു. ഫ്രഞ്ച് സമൂഹം ആ ഒരു രീതിയിലേക്ക് വന്നു. ദൈനംദിന ചിലവുകൾക്ക് പോലും നികുതി വർദ്ധിപ്പിക്കണം എന്ന രീതിയിലേക്ക് ഫ്രാൻസ് വന്നു. രാജാവ് ആ തീരുമാനത്തിലേക്ക് എത്തി. ഇനി ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് SCERT ഈ വാചകം, ഞാൻ ആദ്യം പറഞ്ഞ വാചകങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വാചകങ്ങൾ തെറ്റാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനറ്റ് ആണ്. നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനറ്റ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനാണ് രാഷ്ട്രം ലൂയി 14, എനിക്ക് ശേഷം പ്രളയം ലൂയി 15, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ലൂയി 16, നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്കില്ലേ എന്ന് പരിഹസിച്ചത് മേരി അന്റോയിനറ്റ്. അവർ ലൂയി 16 ഭാര്യയാണ്. ഇനി ഫ്രഞ്ച് സമൂഹം എങ്ങനെയാണ് എന്നും SCERT പറയുന്നുണ്ട്. ആ സമയത്ത് ഫ്രഞ്ച് സമൂഹത്തിൻ്റെ അവസ്ഥ 3ആയി അവരെ തരംതിരിച്ചിട്ടുണ്ട്. ആ 3ആയിട്ട് തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ്. 3ആയിട്ട് തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്, ഇതാണ് 3 എസ്റ്റേറ്റുകൾ. 1ാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആരാന്ന് വെച്ചാൽ പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. 2ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, 3ാം എസ്റ്റേറ്റിൽ കോമൺസ്, അതായത് സാധാരണ ജനങ്ങൾ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. 1ാം എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരുടെ സവിശേഷത
ഇവരാണ് ഫ്രഞ്ച് സമൂഹത്തിന്റെ സാമൂഹിക ഘടനകളിൽ ഏറ്റവും സാമൂഹികപരമായ ഉയർച്ചയിലുണ്ടായിരുന്ന വ്യക്തികൾ പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരുടെ പ്രത്യേകത, ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളൊക്കെ പുരോഹിതന്മാർ തന്നെയാണ് വഹിച്ചിട്ടുണ്ടാവുക. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളെല്ലാം തന്നെയും പുരോഹിതന്മാരാണ് അത് വഹിക്കുന്നത്. മാത്രമല്ല, ഇവര് എല്ലാ തരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. പുരോഹിതന്മാർക്ക് നികുതി അടയ്ക്കണ്ട, ഒരു തരത്തിലുള്ള നികുതിയും പുരോഹിതന്മാർക്ക് അടയ്ക്കണ്ട. ഈ പുരോഹിതന്മാർ കർഷകരിൽ നിന്നൊരു നികുതി പിടിച്ചെടുക്കും. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ആ നികുതിയാണ് തിദൈ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉറപ്പാണ്. പുരോഹിതന്മാർക്ക് കർഷകർ നൽകിയിരുന്ന നികുതിയുടെ പേരെന്ത്? തിദൈ. തിദൈ എന്നാണ് ആ നികുതിയുടെ പേര്. തിദൈ. പിന്നെ ടെയിൽ എന്ന് പറയുന്ന ഒരു നികുതി അന്നുണ്ടായിരുന്നു. അന്ന് ഉപ്പ് നികുതി ഉണ്ടായിരുന്നു, ഗബല്ലെ. അന്നത്തെ ഉപ്പ് നികുതിയുടെ പേരാണ് ഗബല്ലെ. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഈ പുരോഹിതന്മാർ സാധാരണപ്പെട്ട കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. ആ നികുതിയെ വിളിക്കുന്ന പേരാണ് തിദൈ. സാധാരണ കർഷകരിൽ നിന്ന് പിരിച്ചിരിക്കുന്ന നികുതിയാണ് തിദൈ എന്ന് പറയുന്നത്. ഈ രണ്ടാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരാണ്. ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരെ പോലെ തന്നെയാണ്. എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ധാരാളം ഭൂപ്രദേശങ്ങളുണ്ട്. ആഡംബര ജീവിതം നയിച്ചു. കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ പിരിച്ചു. പിന്നെ പലപ്പോഴും വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു. പ്രഭുക്കന്മാർ ചെയ്തിരുന്ന രീതി, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കും. സൈനിക ചുമതലകൾ നയിച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. സൈനികപരമായ ചുമതലകൾ പ്രഭുക്കന്മാരാണ് വഹിച്ചിരുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും. ഒന്നാം എസ്റ്റേറ്റിലെയും രണ്ടാം എസ്റ്റേറ്റിലെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. കോമൺസ് ഇനി ഉള്ളത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. കോമൺസിന്റെ പ്രശ്നം, അവർ വളരെ താഴ്ന്ന സാമൂഹ്യ പദവിയാണ് വഹിച്ചിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും അവർ നികുതി കൊടുക്കണം. ഗവൺമെന്റിന് അവര് തൈലെ എന്ന പേരിൽ പ്രത്യേക നികുതിയും കൊടുക്കണം. തൈലെ എന്ന പേരിൽ ഭൂനികുതി കൊടുത്തിരുന്നത് മൂന്നാം എസ്റ്റേറ്റിലുള്ള കോമൺസ് ആണ്. കോമൺസ് കൊടുക്കേണ്ട നികുതി, ഭൂനികുതിയുടെ പേരാണ് തൈലെ. കോമൺസ് കൊടുക്കേണ്ട ഭൂനികുതിയുടെ പേരാണ് തൈലെ. അപ്പോ ആദ്യം തിദൈ എന്ന് പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടോ? തിദൈ, പുരോഹിതന്മാർക്ക് കർഷകർ കൊടുക്കേണ്ട നികുതിയാണ് തിദൈ. ഇനി ഗവൺമെന്റിന്, ഭരണ സംവിധാനത്തിന് മൂന്നാം എസ്റ്റേറ്റിലെ സാധാരണക്കാർ നൽകേണ്ട ഭൂനികുതിയാണ് തൈലെ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മൂന്നാം എസ്റ്റേറ്റിൽ ആരാണ് ഉണ്ടായിരുന്നത്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, ബാങ്കർമാർ തുടങ്ങിയ മധ്യവർഗവും പിന്നെ സാധാരണ കൃഷിക്കാരും കൈത്തൊഴിലാളികളുമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ മധ്യവർഗമായി ഉയർന്ന കച്ചവടക്കാരും ബാങ്കർമാരും ഒക്കെ മൂന്നാം എസ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകർ, അഭിഭാഷകർ, ബാങ്കർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ്. അവരോടൊപ്പം കർഷകരും കൈത്തൊഴിലാളികളും ഉണ്ടായിരുന്നു. മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകത, വളരെ താഴ്ന്ന സാമൂഹ്യ പദവി, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി കൊടുക്കേണ്ട അവസ്ഥ, ഒരു ഭൂനികുതിയായിട്ട് തൈലെ നൽകേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെ കൊടുത്താൽ പോലും ഭരണത്തിൽ യാതൊരുവിധ അവകാശവും അവർക്കില്ല. ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു ഫ്രഞ്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിക്കാം എന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒന്നാം എസ്റ്റേറ്റിലുള്ളത് പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, 3 സാധാരണപ്പെട്ട കൈത്തൊഴിലാളികളും കർഷകരും പിന്നെ മധ്യവർഗവും ഒക്കെ ഉൾപ്പെടുന്നത് മൂന്നാം എസ്റ്റേറ്റിലാണ്. പ്രഭുക്കന്മാർ ഭരിക്കും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, സാധാരണക്കാർ അല്ലെങ്കിൽ കർഷകർ നികുതി അടയ്ക്കും എന്നായിരുന്നു ഫ്രഞ്ച് സമൂഹത്തിലെ അവസ്ഥ. അത്തരത്തിലുള്ള ഒരു വാചകം ഫ്രഞ്ച് ജനതയെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വിപ്ലവത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളെ കുറിച്ച് SCERTയിൽ പറയുന്ന കാര്യം നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ ആ കാര്യം SCERTയിലെയാണ്, നമുക്ക് നോക്കാം. ഫ്രഞ്ച് സമൂഹം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലെ പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കും. പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കൂ, ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരുണ്ട്, 2 പ്രഭുക്കന്മാരുണ്ട്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 2 പേരുണ്ട്, മധ്യവർഗവും കൈത്തൊഴിലാളികളും കർഷകരും ഉള്ളവരും. ഒന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകത, എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു.
ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ വഹിച്ചു. ഇതെല്ലാം പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈകളിൽ വെച്ചു. കർഷകരിൽ നിന്ന് തിഥൈ എന്ന നികുതി പിരിച്ചു. അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തു വെക്കണം. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയുടെ പേരെന്താണ്? തിഥൈ. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയുടെ പേരാണ് തിഥൈ. തിഥൈ എന്ന നികുതി ആണ് പിരിച്ചത്. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാം എസ്റ്റേറ്റിലോട്ട് വരുമ്പോൾ പ്രഭുക്കന്മാരാണ്. രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണുള്ളത്. നോക്കുക, നികുതികളിൽ നിന്നെല്ലാം അവരും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതമാണ് അവർ നയിച്ചത്. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ആഡംബര ജീവിതം നയിക്കുന്നു. വിശാലമായ ഭൂപ്രദേശം അവർ കയ്യിൽ വെക്കുന്നു. വിശാലമായ ഭൂപ്രദേശമാണ് അവർ കയ്യിൽ വെക്കുന്നത്. അവർ സൈനിക സേവനമാണ് നടത്തുന്നത്. പ്രഭുക്കന്മാരാണ് സൈനിക സേവനം നടത്തുന്നത്. അതുപോലെ തന്നെ കർഷകരിൽ നിന്ന് പലതരം നികുതി പിരിക്കുകയും വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാ ഉള്ളത്? അത് മധ്യവർഗത്തിൽ ഉൾപ്പെടുന്ന കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലാളുകാരുമാണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലാളുകളുമാണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. താഴ്ന്ന സാമൂഹ്യ പദവി, ഭരണത്തിൽ ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്ന തരത്തിലേക്കാണ് മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾ മാറിയിരുന്നത്. അപ്പൊ ഇതാണ് ഒരു സാമൂഹ്യ വ്യവസ്ഥിതി. ക്ലിയറായി മനസ്സിലായല്ലോ. പിന്നെ ഗബല്ലെ എന്ന് പറയുന്ന ഉപ്പ് നികുതിയെ കുറിച്ച് പറഞ്ഞു. ഗബല്ലെ എന്ന് പറയുന്ന ഉപ്പ് നികുതി 1790 കാലഘട്ടങ്ങളിൽ അത് നിർത്തലാക്കിയെങ്കിലും 1806 നെപ്പോളിയൻ ബോണപ്പാർട്ട് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആ നികുതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗബല്ലെ എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട നികുതിയാണ് എന്ന് ഓർത്തു വെക്കണം. അങ്ങനെ ആ തരത്തിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തു വെക്കണം. ഫ്രാൻസിൽ ഉപ്പിന്റെ ഉപയോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയാണ് ഗബല്ലെ. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, മറ്റു വ്യക്തികൾ എന്നിവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഗബല്ലെ നിർത്തലാക്കിയത് 1790 മാർച്ചിലാണെങ്കിലും നെപ്പോളിയൻ ബോണപ്പാർട്ട് ഗബല്ലെ 1806 പുനഃസ്ഥാപിക്കുകയുണ്ടായി. ഫ്രാൻസിലെ ജനസംഖ്യ 1715 23 ദശലക്ഷമായിരുന്നത് 1789 കാലഘട്ടങ്ങളിൽ 28 ദശലക്ഷത്തിലേക്ക് ഉയർന്നു. ഈ ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികപരമായി മോശമാണ്. ഈ ജനസംഖ്യ ഉയർന്നതനുസരിച്ച് ഉൽപാദനം വർദ്ധിച്ചിരുന്നില്ല. ഉൽപാദനം വർദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഭക്ഷ്യധാന്യങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടു, അല്ലെങ്കിൽ ക്ഷാമം നേരിട്ടു. റൊട്ടി പോലും ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിൻ്റെ ഇടയിലാണ് രാജാക്കന്മാർ വളരെ സുഖലോലുപരായിട്ട് മുന്നോട്ട് കഴിയുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ കാർഷിക രംഗം കുറച്ചുകൂടി സങ്കീർണമായി മാറി. അതിശൈത്യം വന്നു. അതോടൊപ്പം ആലിപ്പഴ വീഴ്ചകൾ വന്നു. അതോടുകൂടി കൃഷിരംഗം കുറച്ചുകൂടി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അങ്ങനെ വിലക്കയറ്റമായി. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരങ്ങൾ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ ലൂയി 16 പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നില്ല. എന്നാലും അദ്ദേഹം മന്ത്രിയായിട്ട് നിയമിച്ച ടൂർഗോ എന്ന് പറയുന്ന വ്യക്തി അല്പം കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം നികുതി കൂട്ടുകയും ഭരണപരിഷ്കരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. എന്നാൽ ടൂർഗോ അത്തരത്തിലുള്ള നടപടികൾ നടത്തിയത് കൊട്ടാരത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സുഖലോലുപതയ്ക്ക് ഒരു തടസ്സമാണ് ടൂർഗോ എന്ന് തോന്നിയത് കൊണ്ട് അവർ ചില കൊട്ടാര അന്തചിത്രങ്ങളൊക്കെ നടത്തി ടൂർഗോയെ പുറത്താക്കി. പിന്നീട് ബാങ്കറായ നെക്കർ അധികാരത്തിലേക്ക് വരുന്നു. നെക്കറും വളരെ നല്ല രീതിയിലുള്ള ഭരണങ്ങൾ അല്ലെങ്കിൽ ഭരണപരിഷ്കരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നെങ്കിലും നെക്കറിനെയും പുറത്താക്കിയതോടുകൂടി ഫ്രാൻസിലെ സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായി മാറി. അത്തരം രൂക്ഷമായി മാറിയ സമയത്താണ് ലൂയി 16 സ്റ്റേറ്റ് ജനറലൊക്കെ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ജനറൽ ഇനി വിളിച്ചു ചേർക്കാൻ പോവുകയാണ്. സ്റ്റേറ്റ് ജനറൽ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു ചേർത്തത്. ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് സ്റ്റേറ്റ് ജനറൽ. ഫ്രാൻസിന്റെ പ്രതിനിധി സഭയാണ് സ്റ്റേറ്റ് ജനറൽ. സാധാരണഗതിയിൽ നമ്മൾ ഈ പാർലമെന്റ് എന്ന് പറയുന്നത് പോലെ പല ആവശ്യങ്ങളും വിളിച്ചു ചേർക്കേണ്ടതാണ്. പക്ഷേ 1614 അവസാനം വിളിച്ചു ചേർക്കുന്നത്. പിന്നീട് ഈ 1789 വിളിച്ചു ചേർക്കാൻ ഇപ്പോൾ പോകുന്നത്. അതിനുള്ള കാരണമാണ് ഈ സാമ്പത്തികമായി ഫ്രാൻസിലുണ്ടായ അപജയം. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫ്രാൻസിലെ ജനസംഖ്യ 1715 23 ദശലക്ഷമായിരുന്നതിൽ നിന്ന് 1789 28 ദശലക്ഷമായി ഉയർന്നു. ഈ ആവശ്യകത അതിവേഗം വർദ്ധിക്കുന്നതിന് കാരണമായി. പക്ഷേ ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഭൂരിപക്ഷത്തിന്റെ പ്രധാന ഭക്ഷണമായ റൊട്ടി വില അതിവേഗം ഉയർന്നു.
വിലക്കയറ്റം പാവപ്പെട്ട തൊഴിലാളിയുടെ കൂലിക്കും ഇരട്ടിയായിരുന്നു. അവർക്ക് ലഭിക്കുന്ന കൂലിയുടെ ഇരട്ടി വിലക്കയറ്റം കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അവർ പട്ടിണിയാവും. ഇത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ കാരണമായി. വരൾച്ച, ആലിപ്പഴ വീഴ്ച കാർഷിക രംഗം കൂടുതൽ കലുഷിതമാക്കി. എല്ലാ അധികാരങ്ങളും കീഴടക്കിയ ഫ്രാൻസിലെ പൂർവ്വ രാജവംശം ഇതേ സമയം ധൂർത്തരും സുഖലോലുപരുമായിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ കരുതി. ലൂയി 14 കാലഘട്ടത്തിൽ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യം അതിന്റെ പാരമ്യതയിലെത്തി. അദ്ദേഹത്തിന്റെ ഭരണാന്ത്യത്തോടുകൂടി ഫ്രാൻസ് സാമ്പത്തിക തകർച്ചയെ നേരിട്ടു. ലൂയി 16 കാലഘട്ടത്തിൽ അദ്ദേഹം സമർത്ഥനായ ട്യൂർഗോയെ നിയമിക്കുന്നു. അദ്ദേഹത്തിന്റെ സമർത്ഥനായ മന്ത്രി ചെലവ് ചുരുക്കൽ പദ്ധതികൾ നടപ്പിലാക്കുകയും കൃഷിക്കും വ്യാപാരത്തിനും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. നശിച്ച കൃഷിയെ ഒന്ന് പുനരുദ്ധരിപ്പിക്കാനും വ്യാപാരം പുനരുദ്ധരിപ്പിക്കാനും ടൂർഗോ ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് ചെലവ് ചുരുക്കാൻ തുടങ്ങി. ഈ ചെലവ് ചുരുക്കൽ രാജ്ഞിക്കും, അതായത് ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റിനും അവിടുത്തെ കൊട്ടാരത്തിലെ മറ്റു ആൾക്കാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ടൂർഗോ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അധികാരമേറ്റ പ്രസിദ്ധമായ ബാങ്കറായിരുന്നു നെക്കർ. ടൂർഗോയും നെക്കറും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫ്രാൻസിനെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ എതിർപ്പിന് ഇത് കാരണമായി. നെക്കർ പുറത്താക്കപ്പെട്ടതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി മാറി. ഇത് മറികടക്കാൻ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനായി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ആ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതോടുകൂടി ലൂയി 16 പ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കണം. ഈ രാജാവിന് ആവശ്യത്തിനനുസരിച്ച് നികുതി പെട്ടെന്ന് കൂട്ടാനുള്ള ഒരു അധികാരം ഇല്ലായിരുന്നു. സ്റ്റേറ്റ് ജനറലിന്റെ ആവശ്യപ്രകാരമാണ് അത് കൂട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. സ്റ്റേറ്റ് ജനറൽ മുമ്പ് വിളിച്ചു ചേർത്തത് 1614 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1614 അതിന് മുമ്പ് വിളിച്ചു ചേർത്തത്. ഈ സ്റ്റേറ്റ് ജനറലിന്റെ കേസും നമ്മുടെ ഫ്രഞ്ച് സമൂഹം പോലെ തന്നെയാണ്. 3 എസ്റ്റേറ്റാണ് അവിടെ ഉള്ളത്. 1 എസ്റ്റേറ്റ്, 2 എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റ് എന്നീ 3 എസ്റ്റേറ്റുകൾ അവിടെ ഉണ്ട്. 1789 മെയ് 5 ഫ്രാൻസിലെ വെർസൈൽസ് ഹാളിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് എന്നാന്ന് ചോദിച്ചാൽ 1789 മെയ് 5 എന്ന് കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് 1789 മെയ് 5 ആണ്. 1789 മെയ് 5. ഈ സ്റ്റേറ്റ് ജനറലിലെ ഏകദേശം അംഗസംഖ്യ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. 1 എസ്റ്റേറ്റിൽ 285 പേരാണുള്ളത്. 1 എസ്റ്റേറ്റിലുള്ള ആൾക്കാർ പുരോഹിതന്മാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 എസ്റ്റേറ്റിലുള്ള എണ്ണം 285ഉം പ്രഭുക്കന്മാർ ഉൾപ്പെടുന്ന 2 എസ്റ്റേറ്റിൽ 308 പേരുമാണുള്ളത്. എന്നാൽ 3 എസ്റ്റേറ്റിൽ 621 പേരുണ്ട്. അപ്പോൾ എണ്ണം അനുസരിച്ച് 3 എസ്റ്റേറ്റിലെ പ്രതിനിധികൾ, 3 എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തെ പ്രതിനിധീകരിക്കുന്നവരും കൈത്തൊഴിലാളികളെയും കർഷകരെയും പ്രതിനിധീകരിക്കുന്നവരാണല്ലോ 3 എസ്റ്റേറ്റിലുള്ളത്. അത് 621 പേരുണ്ട്. വലിയ എണ്ണമാണത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് 3 എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പ്രതിനിധി സഭ ഇവർ വിളിച്ചു ചേർത്ത സമയത്ത് 1789 മെയ് 5 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. വെർസൈൽസ് ഹാളിലാണ് അതിൻ്റെ വേദി. വെർസൈൽസ് ഹാളിലേക്ക് 3 എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് മധ്യവർത്തികൾ മാത്രമാണ് പങ്കെടുത്തത്. കർഷകരെയും കൈത്തൊഴിലാളികളെയും ഈ എസ്റ്റേറ്റിലേക്ക് കടത്തിവിട്ടില്ല, ഈ മീറ്റിങ്ങിലേക്ക് കടത്തിവിട്ടില്ല. അവരെ പ്രതിനിധീകരിച്ചത് മധ്യവർത്തികളും കൂടെ ഉണ്ടല്ലോ 3 എസ്റ്റേറ്റിൽ. അപ്പൊ അവരുടെ പ്രതിനിധികളായ 621 പേരാണ് ആ ഒരു എസ്റ്റേറ്റിലേക്ക് അവരെ കടത്തിവിട്ടത്. അപ്പോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു തർക്കം ഉണ്ടായി. തർക്കം വേറൊന്നുമല്ല, ഓരോ എസ്റ്റേറ്റിലെ അംഗങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് സമ്പ്രദായം വേണമെന്നും അവ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഓരോ അംഗത്തിന് ഓരോ വോട്ട് കൊടുക്കണമെന്നും 3 എസ്റ്റേറ്റ് പറഞ്ഞു. കുറേ നാളായല്ലോ വിളിച്ചു ചേർത്തിട്ട്, ഇനി ഒരു പരിഷ്കരണം വേണം, ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണം. അപ്പൊ ഇത് 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞു. അവരുടെ എണ്ണസംഖ്യ കുറവാ. അപ്പൊ അവര് പറഞ്ഞു അത് വേണ്ട, ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട്. ഇപ്പൊ 1 എസ്റ്റേറ്റിന് മൊത്തത്തിൽ ഒരു വോട്ട്, അങ്ങനെ ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് മതി, അല്ലാതെ ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ അത് എതിർത്തു. ആ 3 എസ്റ്റേറ്റിലുള്ള അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് കോമൺസ്. കോമൺസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധി സഭ അതിനെ എതിർത്തു. എതിർത്തതിന് ശേഷം അവർ പറഞ്ഞു അതുപോരാ, വ്യവസ്ഥാപിതമായൊരു ഭരണവ്യവസ്ഥ ഇവിടെ വരണം, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സംവിധാനത്തിലേക്ക് ഫ്രാൻസ് പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് നൽകുന്ന രീതി നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ രാജാവ് അത് അംഗീകരിച്ചില്ല. അവർക്ക് സംസാരിക്കാനോ അവർക്ക് മറ്റു കാര്യങ്ങൾ പറയാനുള്ള വേദി പോലും നൽകിയില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്
ഇവര് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് 1789 ജൂൺ 20 അവരുടെ അടുത്തുള്ള വെർസൈൽസിലെ തന്നെ ഒരു ടെന്നീസ് കോർട്ടിൽ അവർ സമ്മേളിച്ചു. ഫ്രാൻസിൽ ഭരണഘടനാപരവും വ്യവസ്ഥാപിതവുമായ ഒരു ഭരണം വരുന്നത് വരെ തങ്ങൾ പോരാട്ടത്തിലായിരിക്കും, ഒരു ഭരണഘടന ഞങ്ങൾ എഴുതി ചേർക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ആ സമ്മേളനം അവിടെ അവസാനിപ്പിച്ചത്. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത് മിറാബ്യൂ എന്ന പ്രഭു തന്നെയാണ്. അബ്ബേ സിയാസ് എന്ന് പറയുന്ന പുരോഹിതനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അബ്ബേ സിയാസ് എന്ന് പറയുന്ന പുരോഹിതൻ രചിച്ച പ്രസിദ്ധമായ ലേഖനമാണ് എന്താണ് മൂന്നാം എസ്റ്റേറ്റ്. ഇതിൽ മിറാബ്യൂ വളരെയധികം പ്രസംഗങ്ങൾ നടത്തുകയും മാസികകൾ നൽകുകയും ചെയ്തു. അപ്പോൾ കോമൺസ് എന്ന് പറയുന്ന മധ്യവർഗത്തിൻ്റെയും സാധാരണക്കാരുടെയും ആ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഒരു പുരോഹിതനും ഒരു പ്രഭുവാണെന്ന് ഓർക്കണം. അവർ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തെ അതിൽ എതിർത്തുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാജാവിൻ്റെ ആ ഒരു രീതി രാജ്യത്തിനെതിരാണെന്ന് തിരിച്ചറിഞ്ഞ ചില പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അവിടെ ഉണ്ട് എന്നാണ് ഇത് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ പഠിച്ച സ്റ്റേറ്റ് ജനറലിൻ്റെ ചരിത്രമാണ്. അത് NCERTയും SCERTയും ചേർത്ത് മറ്റ് അനുബന്ധങ്ങളോട് ചേർത്താണ് നമ്മളിവിടെ പറഞ്ഞത്. സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാനുള്ള സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തപ്പോൾ ഉണ്ടായ സംഭവം പറഞ്ഞു. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലേക്ക് നയിച്ചത് ഓരോ അംഗത്തിനും ഓരോ വോട്ടെന്ന് പറയുന്ന അവരുടെ കോമൺസിൻ്റെ ആവശ്യം സഭ അംഗീകരിച്ചിരുന്നില്ല, സ്റ്റേറ്റ് ജനറൽ അംഗീകരിച്ചിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും മിറാബിയോ ഒക്കെ അതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ആ ചരിത്രം നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഈ സ്റ്റേറ്റ് ജനറലിൻ്റെ ലിസ്റ്റ് SCERT കൊടുത്തിട്ടുണ്ട്. ഒന്നാം എസ്റ്റേറ്റിൽ 285 പേരാണ് ഒന്നാം എസ്റ്റേറ്റിൽ ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രണ്ടാം എസ്റ്റേറ്റിൽ 308, മൂന്നാം എസ്റ്റേറ്റിൽ 621. ഇതിങ്ങനെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ SCERTയിൽ നിന്ന് മാച്ച് ദ ഫോളോവിങ് ആയി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ ഓർത്ത് വെക്കണം. സ്റ്റേറ്റ് ജനറലിൽ ഒന്നിൽ 285, രണ്ടാം എസ്റ്റേറ്റിൽ 308, മൂന്നാം എസ്റ്റേറ്റിൽ 621. ഇതാണ് ആ കണക്ക്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, സ്റ്റേറ്റ് ജനറൽ രാജാവിന് തന്റെ ഇഷ്ടാനുസരണം നികുതി ചുമത്താനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. പകരം ഒരു യോഗം വിളിക്കുകയും പുതിയ നികുതിക്കാൻ നിർദ്ദേശം പാസാക്കുകയും ചെയ്തത് സ്റ്റേറ്റ് ജനറലാണ്. 3 എസ്റ്റേറ്റുകളെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സമിതിയുടെ യോഗം എപ്പോൾ വിളിക്കണമെന്ന് രാജാവിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട്. ഇവിടെ ജനങ്ങൾക്ക് മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചത് 1789 മെയ് 5 ഈ ഡേറ്റ് പ്രാധാന്യത്തോടെ ചോദിക്കപ്പെടാം. NCERT 9ാം ക്ലാസ്സിലുള്ള ഒരു വരിയാണത്. അപ്പം അതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാം. 1789 മെയ് 5 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കപ്പെടുന്നത്. അതിനു മുമ്പോ 1614 മാത്രമാണ് വിളിച്ചത്. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ജനറൽ വീണ്ടും വിളിക്കുന്നത്. അത് 1789 മെയ് 5 പുതിയ നികുതികൾക്കായുള്ള നിർദ്ദേശങ്ങൾ പാസാക്കിയതും ഇതേ ഡേറ്റിൽ തന്നെയാണ്. നോക്കുക, ലൂയി 16 സ്റ്റേറ്റ് ജനറലിന്റെ സമ്മേളനം വിളിച്ചു ചേർത്ത് പുതിയ നികുതിക്കായി നിർദ്ദേശം പാസാക്കിയത് 1789 മെയ് 5. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത ആ വർഷം നിങ്ങൾ മറക്കാൻ പാടില്ല. ആ വർഷം എപ്പോഴും ഓർമ്മയുണ്ടാവണം. 1789 മെയ് 5 1789 മെയ് 5. 1789 മെയ് 5. പ്രതിനിധികൾ ആതിഥേയത്വം വഹിച്ചത് വെർസൈൽസിലെ ഒരു ഹാളിൽ വെച്ചാണ്. നമ്മൾ പറഞ്ഞതാണ്, കർഷകരും കരകൗശല തൊഴിലാളികളും സ്ത്രീകളും സഭയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. സ്റ്റേറ്റ് ജനറലിന്റെ എസ്റ്റേറ്റുകളുടെ എണ്ണം 3. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ടെന്നും ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് വാദിച്ചത് 3ാം എസ്റ്റേറ്റുകാരാണ്. 3ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു. 3ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോമൺസ്. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു 3ാമത്തെ എസ്റ്റേറ്റ്. എന്നാൽ രാജാവ് അത് നിരസിച്ചു. അതിനെ തുടർന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ നോക്കുക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന സംഭവമാണ്. ഓരോ അംഗത്തിന് ഓരോ വോട്ട് എന്ന 3ാം എസ്റ്റേറ്റിലെ നിർദ്ദേശങ്ങൾ രാജാവ് നിരസിച്ചതിനെ തുടർന്ന് 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ സ്റ്റേറ്റ് ജനറൽ ബഹിഷ്കരിക്കുന്നു. പിന്നെ ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1789 ജൂൺ 20 ഓർത്തു വെക്കണം.
1789 ജൂൺ 20. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഈ പ്രതിഷേധത്തെ നയിച്ചതാരെന്ന് ഞാൻ പറഞ്ഞു, മിറാബിയോ ആണ് നയിച്ചത്. അദ്ദേഹം ഒരു പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ കൂടെ അബ്ബേസിയാസ് എന്ന പുരോഹിതനും ഉണ്ടായിരുന്നു. മിറാബിയു എന്ന പ്രഭുവും അബ്ബേസിയാസ് എന്ന പുരോഹിതനും. മിറാബിയു എന്ന പ്രഭുവും അബ്ബേസിയാസ് എന്ന പുരോഹിതൻ വെർസേൽസിൽ തടിച്ചുകൂട്ടിയ ജനത്തെ അഭിസംബോധന ചെയ്ത് ശക്തമായ പ്രസംഗങ്ങൾ നടത്തുകയും മാസിക പുറത്തിറക്കുകയും ചെയ്ത മിറാബിയോ ആണ്. എന്താണ് മൂന്നാം എസ്റ്റേറ്റ് എന്ന ലഘുലേഖ എഴുതിയത് അബ്ബേസിയാസ് ആണ്. അബ്ബേസിയാസ് എഴുതിയ ലഘുലേഖയാണ് എന്താണ് മൂന്നാം എസ്റ്റേറ്റ്. അപ്പോ മിറാബിയു, അബ്ബേസിയാസ് ഇവരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത് എന്നും കൂടെ ഓർത്തു വെക്കണം. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഉണ്ടാവുന്നത്. എന്നാൽ ഇതേ കാലഘട്ടങ്ങളിൽ തന്നെ മധ്യവർഗം വളരെയധികം ഉയർച്ച പ്രാപിച്ചിരുന്നു എന്നും പ്രത്യേകിച്ച് അവർ സമ്പന്ന വർഗങ്ങൾക്ക് കമ്പിളി, പരുത്തി തുടങ്ങിയ തുണി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ നൽകിയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ കച്ചവടം നടത്തിയും മധ്യവർഗം ഒരു വലിയ സമ്പന്നതയിലേക്ക് എത്തി. അപ്പോൾ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഈ മധ്യവർഗത്തിൻ്റെ ഉയർച്ച കൂടി പഠിച്ചിട്ട് നമുക്ക് ബാലൻസ് നോക്കാം. സമൂഹത്തിലെ ഒരു പ്രത്യേക വ്യക്തികൾക്ക് ഉന്നത പദവി നൽകരുതെന്നും മറിച്ച് ഒരു വ്യക്തിയുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സാമൂഹിക പദവിയാണ് നൽകേണ്ടതെന്നും വാദിച്ചവരാണ് മധ്യവർഗം. വർദ്ധിച്ചു വരുന്ന നികുതിയും ഭക്ഷ്യധാന ദൗർലഭ്യതയും സാധാരണക്കാരെയും ജനങ്ങളെയും രൂക്ഷമായി ബാധിക്കുമ്പോഴാണ് മധ്യവർഗം സാമ്പത്തികമായി വരുന്നത്. സാധാരണക്കാരെയും രൂക്ഷമായി ബാധിച്ച് അവർ ഒരു പ്രക്ഷോഭത്തിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് മധ്യവർഗം സാമ്പത്തികമായി ചില അഭിവൃദ്ധി നേടുകയും ചെയ്യുന്നത്. അവർ സാമ്പത്തിക അഭിവൃദ്ധി നേടിയത് പ്രധാനമായും കച്ചവടത്തിലൂടെയാണ്. കച്ചവടത്തിലൂടെയും കമ്പിളി തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലൂടെയും ഇവർ സാമ്പത്തിക അഭിവൃദ്ധി നേടി. സ്വാതന്ത്ര്യത്തിലും തുല്യ നിയമങ്ങളിലും അധിഷ്ഠിതമായൊരു സമൂഹത്തെ സൃഷ്ടിക്കണമെന്ന ജീൻ ജാക്കോസ് റൂസോയുടെയും അതുപോലെ തന്നെ ജോൺ ലോക്കിന്റെ ആശയങ്ങളാണ് മധ്യവർഗത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, അല്ലെങ്കിൽ കൈത്തൊഴിലാളികളുടെയും കർഷകരുടെയും കൂടെ പിടിച്ചുകൊണ്ട് രാജാധികാരത്തിനെതിരെ പോരാടാനായിട്ട് സഹായിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ജീൻ ജാക്കോസ് റൂസോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ് ജനിച്ചത്. ജീൻ ജാക്കോസ് റൂസോയാണ് മനുഷ്യ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് രാഷ്ട്രമെന്ന് അഭിപ്രായപ്പെട്ടത്. ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റൂസോയുടെ എമിലി എന്ന പേര്. റൂസോയുടെ വിദ്യാഭ്യാസ പുസ്തകമാണ് എമിലി. സോ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ സഹായിച്ച അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചില ചിന്തകരെ കൂടി പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് വിപ്ലവത്തിന്റെ യഥാർത്ഥ വിപ്ലവത്തിന്റെ കാതലായ ഭാഗത്തേക്ക് പോകാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. നോക്കൂ, മധ്യവർഗത്തിന്റെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മധ്യവർഗം, വളരുന്ന മധ്യവർഗം, വർദ്ധിച്ചു വരുന്ന നികുതികളും ഭക്ഷ്യക്ഷാമങ്ങൾക്കും എതിരായ കലാപങ്ങൾ കർഷകരും തൊഴിലാളികളും ധാരാളമായി പങ്കെടുത്തിരുന്നു. 18ാം നൂറ്റാണ്ടിൽ മധ്യവർഗം എന്ന് വിളിക്കുന്ന സാമൂഹിക ഗ്രൂപ്പുകളുടെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ മധ്യവർഗത്തെ ബൂർഷാസി എന്നാണ് വിളിക്കുന്നത്. ബൂർഷ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബൂർഷാസി എന്ന പദം ഉണ്ടായത്. ബൂർഷാസി എന്ന വാക്കിന്റെ അർത്ഥം നഗരവാസി എന്നാണ്. ഇതും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ മധ്യവർഗത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ബൂർഷാസി. ബൂർഷ എന്ന പദത്തിൽ നിന്നാണ് ബൂർഷാസി എന്ന പദം ഉണ്ടായത്. ബൂർഷ എന്ന പദത്തിന്റെ അർത്ഥം, അല്ലെ ബൂർഷാസി എന്ന പദത്തിന്റെ അർത്ഥം നഗരവാസി എന്നാണ്. ബൂർഷാസി ഏത് ഭാഷയിലെ പദമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരം ഫ്രഞ്ച് ഭാഷയിലെ പദമാണ്.
വിദേശ വ്യാപാരത്തിലൂടെയും സമൂഹത്തിലെ സമ്പന്ന അംഗങ്ങൾക്ക് കയറ്റുമതി ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്ന കമ്പിളി, സിൽക്ക് തുണിത്തരങ്ങൾ പോലുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെയും അവർ സ്വത്തുക്കൾ സമ്പാദിച്ചു. വ്യാപാരികളും നിർമ്മാതാക്കൾക്ക് പുറമെ അഭിഭാഷകർ, ഉദ്യോഗസ്ഥരും എല്ലാം മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് പ്രത്യേക പദവി നൽകരുതെന്നും മറിച്ച് ഒരു വ്യക്തിയുടെ സാമൂഹ്യ സ്ഥാനം അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചായിരിക്കണമെന്നും മധ്യവർത്തികൾ വിശ്വസിച്ചിരുന്നു. നമ്മളത് പറഞ്ഞതാണ്. അതായത് ഒരു സമൂഹത്തിലെ ചില പ്രത്യേക വ്യക്തി, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, അങ്ങനെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ നൽകേണ്ടതില്ലെന്നും ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ച് വേണമെന്ന് പറഞ്ഞത് മധ്യവർത്തികളാണ്. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് മധ്യവർത്തികളുടെ ഉയർച്ചയ്ക്ക് കാരണം ഫ്രഞ്ച് വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാനാണ് മധ്യവർത്തികൾക്ക് ഈ സമയത്തുണ്ടായ വളർച്ചയെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞത്. ഈ ഭാഗത്തെന്ന് പറയുമ്പോൾ ഇത് NCERTയിലെ ഭാഗമാണ്. NCERTയിൽ പറയുന്ന അതേ ഭാഗമാണ് നമ്മൾ മധ്യവർത്തികളുടെ ഉയർച്ച എന്ന ഭാഗം. ആ ഭാഗം നമ്മളിവിടെ പറയാൻ കാരണം അത്തരം കണ്ടന്റ് സ്റ്റേറ്റ്മെന്റായി വരും എന്നുള്ളതുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിലും തുല്യ നിയമങ്ങളിലും അവസരങ്ങളിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വിഭാവനം ചെയ്ത ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ജോൺ ലോക്കും ജീൻ ജാക്കസ് റൂസോയുമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പരീക്ഷയ്ക്ക് ജോൺ ലോക്ക് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഡൗട്ട് വന്നെന്ന് പറഞ്ഞാൽ, ജോൺ ലോക്ക് എന്ന് പറയുന്ന ആള് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറിയതാണ്. അതുകൊണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ച ഒരാള് അവിടെ ജോൺ ലോക്ക് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ലോക്ക് വരില്ല എന്ന് വിചാരിച്ചത് തെറ്റാണെന്ന് വിചാരിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. സ്വാതന്ത്ര്യത്തിലും തുല്യ നിയമങ്ങളിലും അവസരങ്ങളിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഫ്രഞ്ച് വിപ്ലവത്തിനും ലഭിച്ചത് ജോൺ ലോക്കിൽ നിന്നും ജീൻ ജാക്കസ് റൂസോയിൽ നിന്നും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ജോൺ ലോക്കും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. നോക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജീൻ ജാക്കസ് റൂസോ. ജനങ്ങളും അവരുടെ പ്രതിനിധികളും തമ്മിലുള്ള സാമൂഹിക കരാറിന്റെ അടിസ്ഥാനം വെക്കിയുള്ള ഒരു സർക്കാരിനെ നിർദ്ദേശിച്ചത് റൂസോയാണ്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്ന ജനങ്ങളും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടി, ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഒരു രാഷ്ട്രമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് പറഞ്ഞത്. ആ ബുക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു, സോഷ്യൽ കോൺട്രാക്ട്. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് സോഷ്യൽ കോൺട്രാക്ട് അറിയപ്പെടുന്നത്. ഈ SCERTയിൽ ഒരു ബോക്സിൽ പ്രധാനപ്പെട്ട 3 ചിന്തകരുടെ പ്രത്യേകതകളെ കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചിട്ട് നമുക്ക് ഈ ചിന്തകരെ ഒന്നുകൂടെ കുറച്ചുകൂടെ പോയിന്റൂടെ ചേർത്ത് പഠിച്ചിട്ട് നമുക്ക് വിപ്ലവത്തിന്റെ ബാലൻസിലേക്ക് പോവാം. നോക്കുക, ഇവിടെ 3 പേര് വന്നിട്ടുണ്ട്. ഒന്ന് വോൾട്ടയർ. ഈ വോൾട്ടയറെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവായിട്ടാണ് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത്. പക്ഷേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് റൂസോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയായിട്ട് ഫൈനൽ കീൽ തന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നത് ഇങ്ങനെയൊക്കെ മാറി വന്നാൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ തന്നെയാണെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് PSC ഫൈനൽ കീൽ ശരി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ വർക്ക് ചെയ്യും. ഈ ക്ലാസിന്റെ അവസാനം പ്രീവിയസ് ക്വസ്റ്റ്യന്റെ മുഴുവൻ സെറ്റും 2021 മുതൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ കാണാം. എന്നാലും പറയുകയാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നോർമലി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവായിട്ട് വോൾട്ടയറെയാണ് പരിഗണിക്കുന്നത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയാണ് വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയാണ് വോൾട്ടയർ. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം ഇത് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ച ചിന്തകൻ വോൾട്ടയർ ആണ് എന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആയിട്ട് അത് പഠിച്ചു വെക്കുക. അടുത്ത റൂസോ. റൂസോയുടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഈ വാചകം കൂടി ഒന്ന് ഓർത്തു വെക്കണം. ജനങ്ങളാണ് പരമാധികാരി എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിലെ സംഭാവന പോലെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ജനങ്ങളാണ് പരമാധികാരി എന്ന ആശയം ലോകത്തിന് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും അത് നൽകിയ ചിന്തകൻ റൂസോയാണ്. മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നമ്മൾ നേരത്തെ യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നു
മോണ്ടസ്ക്യൂ. ഈ മോണ്ടസ്ക്യൂവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത. നിയമങ്ങളുടെ അന്തസത്തയെ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോസിനെ നിയമങ്ങളുടെ ആത്മാവ് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിയമങ്ങളുടെ അന്തസത്തയെന്നോ നിയമങ്ങളുടെ ആത്മാവെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഒരു ഗവൺമെന്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിച്ചത് മോണ്ടസ്ക്യൂ ആണ്. അല്ലെങ്കിൽ മൂന്നായി തിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ഗവൺമെന്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാൻ അഭിപ്രായപ്പെട്ടത് മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം ശ്രദ്ധിക്കണം. നോക്കാം. വോൾട്ടയർ പുരോഹിത ചൂഷണത്തെ പരിഹസിച്ചു. താണ്ടെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ആ വരി തന്നെയാണ് പഠിച്ചു വെക്കേണ്ടത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലാവരും ചങ്ങലയാണെന്ന് പറഞ്ഞ റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞ റൂസോയാണ്. ജനാധിപത്യത്തെ, റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ അന്തസത്ത അഥവാ നിയമങ്ങളുടെ ആത്മാവ് രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതും മോണ്ടസ്ക്യൂ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചത് വോൾട്ടയർ ആണെന്ന് പറഞ്ഞല്ലോ. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നുള്ളതാണ് വോൾട്ടയറിന്റെ യഥാർത്ഥ പേര്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഇത് NCERT പറയുന്ന ഭാഗമാണ്. ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് ആരുടെ യഥാർത്ഥ നാമമാണെന്ന് ചോദിച്ചാൽ അത് വോൾട്ടയറിൻ്റെതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് വോൾട്ടയർ. പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ ആണ് എന്ന സ്റ്റേറ്റ്മെന്റ് ഡിഗ്രി നിലവാരത്തിൽ PSC ഫൈനൽ കീയിൽ ശരി തന്നിട്ടുമുണ്ട്. അത് ഓർക്കണം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. ജനാധിപത്യത്തെ, റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവ വിഭാഗമായി തിരിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ അന്തസത്ത രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ അന്തസത്തയെ നിയമങ്ങളുടെ ആത്മാവ് എന്നും പറയാം. അത് അങ്ങനെ ചോദിച്ചാലും മോണ്ടസ്ക്യൂ തന്നെയാണ് എഴുതേണ്ടത്. റൂസോയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റൂസോയുടെ ജന്മസ്ഥലം സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിന്തകനാണെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വിറ്റ്സർലൻഡിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള സാമൂഹ്യ ഉടമ്പടിയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് റൂസോ. അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിളാണ് ആ പുസ്തകം. ഓക്കെ, നോക്കാം. റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചു. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യം അവതരിപ്പിക്കേണ്ടത് സോഷ്യൽ കോൺട്രാക്റ്റിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിളാണ് സോഷ്യൽ കോൺട്രാക്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിളാണ് സോഷ്യൽ കോൺട്രാക്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എമിലി. അത് തന്നെയാണ് അടുത്ത പോയിന്റ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് റൂസോ എഴുതിയ പുസ്തകമാണ് എമിലി. ഭരിക്കുന്നവരും ഭരിക്കപ്പെടേണ്ടതും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞു. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്.